Hi students, I am Prashant V. Chandran, Assistant Professor, Automobile Engineering Department, SNIT Adur. അപ്പോൾ നമ്മൾ ഡിസൈൻ പ്രൊസീജിയർ ഫോർ പിസ്റ്റൺ പഠിച്ചു. ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലമാണ്, ഡിസൈൻ ഓഫ് പിസ്റ്റൻ്റെ ഒരു പ്രോബ്ലമാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രോബ്ലം നമ്പർ 1. പ്രോബ്ലം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഡിസൈൻ എ കാസ്റ്റ് ആൻഡ് പിസ്റ്റൺ ഫോർ എ സിംഗിൾ ആക്ടിംഗ് 4-stroke എഞ്ചിൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അതിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബോർ തന്നിട്ടുണ്ട്. സിലിണ്ടർ ബോർ 100 mm, stroke 125 mm, maximum pressure 5 Newton per mm square, indicated mean pressure 0.75 Newton per mm square, mechanical efficiency 80%, fuel consumption 0.15 kg per Vp per hour, Vp എന്ന് പറഞ്ഞാൽ brake power per hour, calorific value of fuel 42 × 10³ kJ per kilogram, speed 2000 rpm. അപ്പോൾ ഇതിനകത്ത് ഒരു CI എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ആൻഡ് പിസ്റ്റനെ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ we have to design a cast iron piston. A cast iron piston for a single acting 4-stroke engine എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ ഫോളോയിങ് ഡേറ്റ്. സിലിണ്ടർ ബോർ എന്ന് പറഞ്ഞാൽ ബോർ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്, 100 mm തന്നിട്ടുണ്ട്. സ്ട്രോക്ക് ലെങ്ത് 125 mm തന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള മാക്സിമം ഗ്യാസ് പ്രഷർ 5 Newton per mm square തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റഡ് മീൻ പ്രഷർ അത് നമ്മൾ PM എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിനകത്തുള്ള ഇൻഡിക്കേറ്റഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 0.75 Newton per mm square. മെക്കാനിക്കൽ എഫിഷ്യൻസി 80%. ഫ്യൂൽ കൺസപ്ഷൻ 0.15 kg per Bp per hour എന്ന് പറയുന്നത്. അപ്പോൾ ഈ Bp per hourനെ നമ്മൾ Bp per second ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതെപ്പോഴും ഓർത്തോളുക. അടുത്തത് കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ. അത് ഹയർ കലോറിഫിക് വാല്യൂ, ലോവർ കലോറിഫിക് വാല്യൂ ഉണ്ട്. ഇതിപ്പോൾ വെറും കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ HCV ഹയർ കലോറിഫിക് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണം. പിന്നെ സ്പീഡ് 2000 rpm എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ സ്പീഡ് 2000 rpm ആണ്. പക്ഷേ ഇതൊരു 4-stroke എഞ്ചിനായ സ്ഥിതിക്ക് 4-stroke എഞ്ചിൻ എന്ന് 2-stroke എഞ്ചിനാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു ഫുൾ റൊട്ടേഷനിൽ നമുക്കൊരു പവർ കിട്ടും അല്ലേ. ബട്ട് ഇത് 2-strokeൽ 4-strokeലാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നത് അല്ലേ, അങ്ങനെയല്ലേ. അപ്പോഴങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കുമ്പം PLAN/60 എന്നൊരു ഫോർമുല ഇടും. അതിനകത്ത് എന്നിൻ്റെ വാല്യൂ നമ്മൾ 2000 കൊടുക്കരുത്. 2000 കൊടുക്കാമായിരുന്നു ഡയറക്റ്റ്, അത് 2-stroke എഞ്ചിൻ ആയിരുന്നെങ്കിൽ. ഇത് 4-stroke എഞ്ചിൻ ആയതുകൊണ്ട് ആ എന്നിൻ്റെ വാല്യൂ 2000/2, അതായത് 1000 ഇടാവുള്ളൂ. അത് ഞാനിപ്പോഴേ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കുക. സിലിണ്ടർ ബോർ, അതായത് ഈ തന്നിരിക്കുന്ന ബോർ ഡയമീറ്റർ ക്യാപിറ്റൽ D, ഇത് സ്ട്രോക്ക് ലെങ്ത് LS, L എന്ന് വേണമെങ്കിലും പറഞ്ഞാലും മതി. മാക്സിമം പ്രഷർ P തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റഡ് മീൻ പ്രഷർ PM തന്നിട്ടുണ്ട്. മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിരിക്കുന്നത് ഈറ്റ ആണ്. ഫ്യൂൽ കൺസംഷൻ അതിന് നമ്മളിവിടെ M, മാസ് ഓഫ് ഫ്യൂൽ എന്ന രീതിയിൽ M എടുക്കുക. കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂൽ എന്ന് പറയുന്നത് HCV തന്നിട്ടുണ്ട്. ഇനി സ്പീഡ് N ആണ്. ആക്ച്വലി ഇത് 2N വാല്യൂ ആണ് തന്നിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് എ 4-stroke എഞ്ചിൻ. അതുകൊണ്ട് ഇത് 2N = 2000 എന്ന് കൺസിഡർ ചെയ്യുക. therefore N = 1000 rpm. ഓക്കെ, ഇതിൽ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ എ കാസ്റ്റ് ആൻഡ് പിസ്റ്റൺ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആ ഡിസൈൻ പ്രൊസീജിയർ പ്രകാരം ഇതിനെ ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ഡിസൈനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ്, അതായത് എന്തായിരുന്നു, തിക്നെസ് ഓഫ് ക്രൗൺ. ഫസ്റ്റ് തിക്നെസ് ഓഫ് ക്രൗൺ. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു 2 രീതി ചെയ്യണം. ഒന്ന് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സ്ട്രെങ്തിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ഡിസൈൻ ചെയ്യണം. പിന്നെ അടുത്തത് ബേസ്ഡ് ഓൺ ഹീറ്റ് ഫ്ലോ. ഈ സ്ട്രെങ്തിനെയും ഹീറ്റ് ഫ്ലോനെയും ബേസ് ചെയ്ത് ഡിസൈൻ ചെയ്യുമ്പോൾ 2 വാല്യൂസ് കിട്ടും. അതിൽ ഏറ്റവും വലിയ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 409, ഇക്വേഷൻ നമ്പർ 18.13a ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. T1 = 0.43D ×
റൂട്ട് ഓഫ് പി ഡിവൈഡഡ് ബൈ സിഗ്മ ടി. അപ്പോൾ അതിൽ സെയിം പേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോർ കാസ്റ്റ് അയൺ സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 38 ന്യൂട്ടൺ പെർ mm². ഓക്കെ, പി എന്ന് പറഞ്ഞാൽ അവിടെ തന്നിരിക്കുന്ന പ്രഷറാണ്, അത് 5 ന്യൂട്ടൺ പെർ mm² തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് T1 ഡയറക്റ്റ് കണ്ടുപിടിക്കാം. T1 ഈസ് ഈക്വൽ ടു 0.43 ഇൻറ്റു ബോർ ഡയമീറ്റർ D 100 mm ആണ് തന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് അതിലെ പ്രഷർ 5 ന്യൂട്ടൺ പെർ mm² തന്നിട്ടുണ്ട്. പിന്നെ സിഗ്മ ഡിയുടെ വാല്യൂ 38 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും T1 ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന വാല്യൂ 15.59 mm എന്ന് വരും. അത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് T1 ഈസ് ഈക്വൽ ടു 16 mm എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് നമ്മൾ അത് അടുത്തത് ബേസ്ഡ് ഓൺ ഹീറ്റ് ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മളെ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 409 ഇക്വേഷൻ നമ്പർ 18.13C ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. Ti ഈസ് ഈക്വൽ ടു d² Q ഡിവൈഡഡ് ബൈ 1600K ഇൻറ്റു TC മൈനസ് TE എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ Q എന്ന് പറഞ്ഞാൽ കാരണം ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഒരു ഹീറ്റ് ഫ്ലക്സ് Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ബൈ ഏരിയ. ഇതിൽ ക്യാപിറ്റൽ Qന് നമ്മൾ H എടുക്കുന്നുള്ളൂ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു H ബൈ ഏരിയ, അങ്ങനെ ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു H ബൈ ഏരിയ ആണെങ്കിൽ Q ഈസ് ഈക്വൽ ടു Hനൊരു ഇക്വേഷനുണ്ട്, അത് C ഇൻറ്റു HCV ഇൻറ്റു M ഇൻറ്റു BP, ഇതാണ് Hൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മുടെ ഏരിയ. അപ്പോൾ ഇതിൽ C എന്ന് പറഞ്ഞാൽ C ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, 0.05 എന്നങ്ങ് എടുത്താൽ മതി. ഇനി HCV എന്ന് പറഞ്ഞാൽ ഹയർ കലോറിഫിക് വാല്യൂ. ഓക്കെ, അതാണ് തന്നിരിക്കുന്നത്. ഇനി അതിൽ M എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്യൂവൽ കൺസംഷൻ ആണ്. BP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞാൽ ഈ M കണ്ടുപിടിക്കണം. M തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് കിലോഗ്രാം പെർ BP പെർ അവർ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കിലോഗ്രാം പെർ BP പെർ സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്യുക. പിന്നെ BP എന്ന് പറയുന്നത് ബ്രേക്ക് പവർ, അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് M തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 0.15 കിലോഗ്രാം പെർ BP പെർ അവർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ പെർ സെക്കൻഡ് ആക്കി വേണം. അതായത് 0.15 ഡിവൈഡഡ് ബൈ 3600 കിലോഗ്രാം പെർ BP പെർ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ നമുക്ക് M ഈസ് ഈക്വൽ ടു 4.16 ഇൻറ്റു 10⁻⁻5 കിലോഗ്രാം പെർ BP പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം മെക്കാനിക്കൽ എഫിഷ്യൻസി ഈറ്റാമെക് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ ആണ്. ദെയർഫോർ BP ഈസ് ഈക്വൽ ടു ഈറ്റാമെക് ഇൻറ്റു IP എന്ന് എഴുതാം. ഓക്കെ, ഇനി IPക്ക് ഒരു ഇക്വേഷനാണ് നിങ്ങൾ കാണാൻ പഠിക്കണം. IP ഈസ് ഈക്വൽ ടു PM ഇൻറ്റു LAN ഡിവൈഡഡ് ബൈ 60. ഈ ഇക്വേഷനകത്ത് PM എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് മീൻ പ്രഷർ തന്നിട്ടുണ്ട്, 0.75 ന്യൂട്ടൺ പെർ mm² തന്നിട്ടുണ്ട്. L എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് പിസ്റ്റൺ, അത് 4d². ഇനി ഈ Nൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇത് 4 സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് 2 ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷനിലാണ് ഒരു പവർ കിട്ടുന്നത്. ദെയർഫോർ ഈ N എന്ന് പറഞ്ഞാൽ നമുക്ക് N ഈസ് ഈക്വൽ ടു, തന്നിരിക്കുന്ന വാല്യൂ ഓഫ് N 2000 ആണെങ്കിൽ ഡിവൈഡ് ബൈ 2, അതായത് N ഈസ് ഈക്വൽ ടു 1000 മാത്രമേ എടുക്കാവുള്ളൂ, 1000 RPM എന്ന് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് തെറ്റും. അപ്പോൾ ഇത് 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഫുൾ റൊട്ടേഷനിൽ ഒരു പവർ കിട്ടും. അതുകൊണ്ട് N ഈസ് ഈക്വൽ ടു N എന്ന് തന്നെ എടുക്കാം, 2000 എടുക്കാമായിരുന്നു. ഇത് 4 സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 ഫുൾ റൊട്ടേഷനിലാണ് നമുക്കൊരു പവർ കിട്ടുന്നത്. അപ്പോൾ N ഈസ് ഈക്വൽ ടു N/2 എന്ന് എടുക്കുക. ഓക്കെ.
നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IP is equal to indicated power is equal to indicated mean pressure into stroke length into area into speed divided by 60. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. PM തന്നിട്ടുണ്ട് 0.75 എന്ന് തന്നിട്ടുണ്ട്. സ്ട്രോക്ക് ലെങ്ത് 125 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു ഏരിയ ഓഫ് ദ പിസ്റ്റൺ, അതായത് π/4 ഇൻറ്റു d സ്ക്വയർ. d ഇവിടെ എത്രയാണ്? 100 അല്ല എന്നിരിക്കുന്നത്, 100 സ്ക്വയർ. അപ്പോൾ ഏരിയ ആയി ഇൻറ്റു n നമ്മൾ 2000 200 ഡിവൈഡ് 1000 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത് 1227179.6.88 ഇത്രയും ന്യൂട്ടൺ per സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1000 ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് IP is equal to 12271.796 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന്. 1000 ഡിവൈഡ് എത്രയേ ഉള്ളൂ. അതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. വേറൊന്നുമല്ല, IP is equal to 12.27 into 10⁻³ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്കറിയാം ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ജൂളാണ് നമുക്കറിയാം. ഓക്കെ, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്കിൻ്റെ ഉണ്ടായ ജൂള്. ഓക്കെ, ഇനി അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം നമുക്ക് ജൂൾ പെർ സെക്കൻഡ് എന്നല്ല. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട്സ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം IP is equal to 12.27 into 10⁻³ വാട്ട്സ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്കറിയാം മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റർ പവറാണ്. അപ്പം ബ്രേക്ക് പവർ ഇസ് ഇക്വൽ ടു മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു ഇൻഡിക്കേറ്റർ പവർ. 80% എന്നാണ് നമ്മൾ 0.8 എടുത്തു ഇൻറ്റു ഇൻഡിക്കേറ്റർ പവറിൻ്റെ വാല്യൂ 12.27 10⁻³. അപ്പോൾ നമുക്ക് ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു 9816 വാട്ട്സ് എന്ന് വരും. ഇതാണ് ബ്രേക്ക് പവറിന് കിട്ടുന്ന വാല്യൂ. ഇനി നമ്മുടെ ആ ഇക്വേഷനകത്ത്, അതായത് ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ Q is equal to C ഇൻറ്റു HCV ഇൻറ്റു M ഇൻറ്റു BP ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഫോമിലേക്കകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടിയത് ന്യൂട്ടൺ per സെക്കൻഡാണ്. അപ്പോൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാണ് ഈ എഴുതിയിരിക്കുന്നത്. അതാണ് ഈ ഇപ്പം നമ്മൾ വാട്ട്സ് പെർ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്സ് എന്നാക്കി എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ താഴെ ഏരിയയുടെ ഇക്വേഷൻ ആക്ച്വലി ഏരിയ ഈസ് ഈക്വൽ ടു π/4 d സ്ക്വയർ ആണല്ലോ. ഈ d സ്ക്വയറിൽ ഡിയും മീറ്ററിലായിരിക്കണം, mm ഇടാൻ പാടില്ല. അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ നമ്മൾ സിയുടെ വാല്യൂ നമ്മൾ നേരത്തെ സി കോൺസ്റ്റൻ്റ് ആണ്, 0.05 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു HCVയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 42 × 10⁻³ എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് 4.16 × 10⁻⁻5 എന്ന് കണ്ടുപിടിച്ച് ഇൻറ്റു BP 9816 ഡിവൈഡഡ് ബൈ ഏരിയ π/4 d സ്ക്വയർ ആണ്. പക്ഷേ π/4 ഇൻറ്റു ഡയമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത് 100 mm ആണ്. നമ്മളിവിടെ ഇൻ ടേംസ് ഓഫ് മീറ്റർ ആക്കുമ്പോൾ 0.1 മീറ്റർ എന്ന് വേണം ഇടാൻ. ഇൻറ്റു 0.1 ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 109200.25 വാട്ട്സ്. ഓക്കെ, 109200.25 വാട്ട്സ്. ഇപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ വരെയായി. നേരത്തെ നമ്മൾ എഴുതിയ T1 ഇക്വേഷൻ ഒന്നും എഴുതുവാണ്. T1 d സ്ക്വയറിൻ്റെ ക്യൂ ഡിവൈഡഡ് ബൈ 1600 K ഇൻറ്റു TC - TE. ഇനി നമ്മൾ ആ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 410 കൊടുത്തിട്ടുണ്ട്. K is equal to 460 ഫോർ കാസ്റ്റ് അയൺ. അതേപോലെ അതിൽ തന്നെ സെയിം പേജിൽ തന്നെ TC - TE is equal to 222
4 കാസ്റ്റ് അയൺ. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് T1 ഈസ് ഈക്വൽ ടു ഡി നമുക്കറിയാം 100 ആണ്, 100 സ്ക്വയർ ഇൻറ്റു നേരത്തെ കിട്ടിയ ബി പിയുടെ ക്യൂവിൻ്റെ വാല്യൂ 109200.25 ഡിവൈഡഡ് ബൈ 1600 ഇൻറ്റു കെയുടെ വാല്യൂ 460 ഇൻറ്റു ടി സി മൈനസ് ടി 222. അപ്പോൾ നമുക്ക് T1 നമുക്ക് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് T1ൻ്റെ വാല്യൂ 6.68 mm എന്ന് കിട്ടും. അതിന് നമുക്ക് T1 ഈസ് ഈക്വൽ ടു 7 mm എന്ന് എഴുതാം. ഓക്കെ, അപ്പോഴും നമ്മൾ രണ്ട് ഈ പറഞ്ഞ തിക്നെസ് ഓഫ് ക്രൗൺ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തു. ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് ചെയ്തപ്പോൾ നമുക്ക് T1 ഈസ് 60 mm കിട്ടും. ബേസ്ഡ് ഓൺ ഹീറ്റ് ഫ്ലോ ചെയ്തപ്പോൾ നമുക്ക് T1 ഈസ് 7 mm കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 16 അല്ലേ. അപ്പോൾ നമ്മൾ ടേക്ക് T1 ഈക്വൽ ടു 16 mm. വലിയ വാല്യൂ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് മാക്സിമം തിക്നെസ് ഓഫ് പിസ്റ്റൺ ബാരൽ. മാക്സിമം തിക്നെസ് ഓഫ് പിസ്റ്റൺ ബാരൽ. പിസ്റ്റൺ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ റിങ്സും കാര്യങ്ങളൊക്കെ വരും. ഈ പിസ്റ്റൺ ബാരലിൻ്റെ മാക്സിമം തിക്നെസ്, ഓക്കെ, ഈ തിക്നെസ്സാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 410 ഇക്വേഷൻ നമ്പർ 18.13 ഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് T3 ഈസ് ഈക്വൽ ടു 0.03 ഡി പ്ലസ് ബി പ്ലസ് 4.5 mm ഇങ്ങനെ ഒരു ഇക്വേഷൻ അത് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വേർ ബി ഈസ് ഈക്വൽ ടു TR പ്ലസ് 0.4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ TR എന്ന് പറഞ്ഞാൽ റേഡിയൽ തിക്നെസ് ഓഫ് പിസ്റ്റൺ റിംഗ്. അത് നമ്മൾ പിസ്റ്റൺ റിംഗ് ഇല്ലേ, ഈ പിസ്റ്റൺ റിങ്ങിൻ്റെ റേഡിയൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് ടുവേർഡ്സ് ദ റേഡിയസ്. ആ തിക്നെസ് ആണ് TR. ഓക്കെ, ഇനി TR കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അത് ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 411 ഇക്വേഷൻ നമ്പർ 18.17 എയിൽ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. TR ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു റൂട്ട് ഓഫ് 3 PR ബൈ സിഗ്മ. ഓക്കെ, അതിൽ PRൻ്റെ വാല്യൂ അതിൽ തന്നെ ഈ PRൻ്റെ വാല്യൂ സിഗ്മയുടെ വാല്യൂ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 414 414 ഇക്വേഷൻ അതൊരു ടേബിളാണ്. ടേബിൾ 18.9 കൊടുത്തിട്ടുണ്ട്. PR ഈസ് ഈക്വൽ ടു 0.0272 0.03 എന്ന് നമ്മുടെ ഈ IC എഞ്ചിൻ അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടേക്ക് അതിൽ നിന്ന് PR ഈസ് ഈക്വൽ ടു 0.03 എന്ന് എടുക്കുക. ഇനി അതേപോലെ നമ്മളെ പേജ് നമ്പർ ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 411 ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു 82 to 110 Newton per mm square ഫോർ കാസ്റ്റ് ചെയ്യണമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ടേക്ക് സിഗ്മ ഈസ് ഈക്വൽ ടു അതിൽ ഏറ്റവും വലിയ വിലയായ 110 Newton per mm square ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ TRൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ TR ഈസ് ഈക്വൽ ടു D 100 ഇൻറ്റു റൂട്ട് ഓഫ് 3 ഇൻറ്റു PR 0.03 ആണ് ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത് 110. ഇപ്പോൾ നമുക്ക് TRൻ്റെ വാല്യൂ
നമുക്ക് ചെയ്യുമ്പോൾ TR ഈസ് ഈക്വൽ ടു 2.89 mm എന്ന് വരും. അത് നമ്മൾ TR ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി അത് 3 mm ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ TR റേഡിയൽ തിക്നെസ് ഓഫ് റിങ്സ് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, B ഈസ് ഈക്വൽ ടു TR പ്ലസ് 0.4, അതായത് TRൻ്റെ വാല്യൂ 3 ആണ് പ്ലസ് 0.4. ദെർഫോർ നമുക്ക് B ഈസ് ഈക്വൽ ടു 3.4 എന്ന് വരും. ഇനി നമുക്ക് T3യുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T3യുടെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ എഴുതിയായിരുന്നു. നമ്പർ 410 ഇക്വേഷൻ നമ്പർ 18.13 എഴുതിയിട്ടുണ്ട്. അതായത് 0.03D പ്ലസ് B പ്ലസ് 4.5 mm എന്നുള്ളതാണ് T3യുടെ ഇക്വേഷൻ. അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.03 ഇൻറ്റു D 100 ആണ്, പ്ലസ് ബിയുടെ വാല്യൂ 3.4 ആണ്, പ്ലസ് 4.5 അതിലുണ്ട്. അപ്പോൾ നമുക്ക് T3യുടെ വാല്യൂ നമുക്ക് കിട്ടും 10.9 mm എന്ന് വരും. ഓക്കെ, അതായത് മാക്സിമം തിക്നെസ് ഓഫ് പിസ്റ്റൺ ബാരൽ 10.9 mm ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാൾ തിക്നെസ് ടുവേഴ്സ് ദ ഓപ്പൺ എൻഡ് ഓഫ് ദ പിസ്റ്റൺ. പിസ്റ്റൻ്റെ ഓപ്പൺ എൻഡിലുള്ള വാൾ തിക്നെസ് കണ്ടുപിടിക്കാനായിട്ടാണ്. അതായത് നമ്മുടെ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 410 ഇക്വേഷൻ നമ്പർ 18.13F, അതിനകത്തൊരു ഇക്വേഷൻ, അതായത് T4 ഈസ് ഈക്വൽ ടു 0.25 T3 ടു 0.35 T3 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ടേക്ക് T4 ഈസ് ഈക്വൽ ടു ഒരു 0.3 T3 എന്ന് എടുക്കാം. വേണമെങ്കിൽ 0.35 T3 എന്ന് എടുക്കാം. നമ്മൾ 0.3 T3 എന്ന് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ 0.3 ഇൻറ്റു T3യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 10.9 ആണ്. അപ്പോൾ T4 വാല്യൂ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3.27 mm എന്ന് വരും. ഓക്കെ, അടുത്ത നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ലെങ്ത് ഓഫ് ദ പിസ്റ്റൻ്റെ ലെങ്ത്. അതായത് നമ്മളെ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 410 ഇക്വേഷൻ നമ്പർ 18.14A പറയുന്നതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ L ഈസ് ഈക്വൽ ടു D to 1.5D. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ടേക്ക് L ഈസ് ഈക്വൽ ടു 1.5D, അതായത് 1.5 ഇൻറ്റു 100. L ഈസ് ഈക്വൽ ടു നമുക്ക് 150 mm. ഇതാണ് പിസ്റ്റൻ്റെ ലെങ്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത്, കണ്ടുപിടിക്കേണ്ടത്. നമ്മളെ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 410 ഇക്വേഷൻ നമ്പർ 18.14Bയിൽ സ്ട്രോക്ക് ലെങ്ത് LS ഈസ് ഈക്വൽ ടു 1.3D to 1.4D എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ടേക്ക് LS is equal to 1.4D, അതായത് is equal to 1.4 into 100 ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോക്ക് ലെങ്ത് LS is equal to 140 mm എന്ന് വരും. ഓക്കെ, ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ആയ ഫൈനൽ സ്റ്റെപ്പാണത്. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ പിൻ ഓർ ഗെറ്റ് ജോയിൻ പിൻ. നമുക്കറിയാം കണക്ടറുടെ സ്മോൾ എൻഡ് പിസ്റ്റണിൽ വന്ന് ജോയിൻ്റ് ആവുന്നത് നമ്മൾ ഈ പിസ്റ്റൺ പിൻ അല്ലെങ്കിൽ ഗെറ്റ് ജോയിൻ പിൻ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിന് ഡയമീറ്റർ കണ്ടുപിടിക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഡേറ്റ ബുക്ക് പേജ് നമ്പർ 411 411 ഇക്വേഷൻ നമ്പർ 18.15 എയിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. D ഈസ് ഈക്വൽ ടു പൈ
d square p max divided by 4 L1 PB ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ സെയിം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് L1 ഈസ് ഈക്വൽ ടു KP ഇൻറ്റു ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ സെയിം പേജിൽ, അതായത് സെയിം പേജിൽ KP ഈസ് ഈക്വൽ ടു 1.5 ഫോർ പെട്രോൾ എൻജിൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് സെയിം പേജിൽ. ഇതേ സെയിം പേജിൽ തന്നെ PB ഈസ് ഈക്വൽ ടു 15.7 ന്യൂട്ടൺ പെർ mm² ഫോർ ഓട്ടോമോട്ടീവ് എൻജിൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതുന്നത്? D ഈസ് ഈക്വൽ ടു പൈ d സ്ക്വയർ P max divided by 4 into L1 പകരം KP ഇൻറ്റു ഡി എന്ന് എഴുതാം. അതായത് KP ഇൻറ്റു ഡി ഇൻറ്റു PB എന്ന് എഴുതാം. അപ്പോൾ ഈ ഡീനെ ഇങ്ങനെ കൊണ്ടുപോയി d സ്ക്വയർ എന്നാക്കി എഴുതാമല്ലോ നമുക്ക്. ഓക്കെ, വേർ ഇതിനകത്ത് L1 ഈസ് ഈക്വൽ ടു KP ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ഈക്വേഷനിൽ KP ഇൻറ്റു ഡി എന്ന് പറയുന്നത് L1 ആണ്. അപ്പോൾ അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡീനെ ക്രോസ് മൾട്ടിപ്ലൈ ഇപ്പുറത്തുകൊണ്ട് ഡി സ്ക്വയർ ആവും. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും d സ്ക്വയർ സ്മാൾ d സ്ക്വയർ ഇസ്ക്വൽ ടു പൈ ഇൻറ്റു ക്യാപിറ്റൽ D സ്ക്വയർ ഇൻറ്റു P max ഡിവൈഡ് ബൈ 4 KP ഇൻറ്റു PB. ഇതിൽ സ്മാൾ d എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ പിന്നാണ്. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ, അതായത് ബോർ ഡയമീറ്റർ ആണ്. P max എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മാക്സിമം പ്രഷർ, അത് 5 ന്യൂട്ടൺ പെർ mm² എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ PB നമ്മളിപ്പോൾ എഴുതി 15.7 ന്യൂട്ടൺ പെർ mm². നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈ ഇൻറ്റു 100² ഇൻറ്റു P max 5 എന്ന് കൊടുത്തിട്ടുണ്ട് ഡിവൈഡ് ബൈ 4 ഇൻറ്റു KPയുടെ വാല്യൂ 1.5 ആണ് ഇൻറ്റു PB 15.7 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് ഡയമീറ്റർ നമുക്ക് 40 mm എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പിസ്റ്റൺ ഡിസൈൻ ഓഫ് പിസ്റ്റൺ ആണ് പഠിച്ചത്. ഇതിനകത്ത് 6 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ക്രൗൺ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്രൗൺ അല്ലെങ്കിൽ പിസ്റ്റൺ ഹെഡിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യണം. ബേസ്ഡ് ഓൺ സ്ട്രെങ്തും ചെയ്യണം, ബേസ്ഡ് ഓൺ ഹീറ്റ് ഫ്ലോയും ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതെന്ന് വെച്ചാൽ അത് കൺസിഡർ ചെയ്യുക, തിക്നെസ് ഓഫ് ക്രൗൺ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ മാക്സിമം തിക്നെസ് ഓഫ് പിസ്റ്റൺ ബാരലിൻ്റെ മാക്സിമം തിക്നെസ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ വാൾ തിക്നെസ് ടുവേഴ്സ് ദ ഓപ്പൺ എൻഡ് ഓഫ് ദ പിസ്റ്റൻ്റെ ഓപ്പൺ എൻഡിലുള്ള വാൾ തിക്നെസ് കണ്ടുപിടിക്കുക. നാലാമത്തെ ലെങ്ത് ഓഫ് ദ പിസ്റ്റൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക, അതായത് ക്രൗൺ എന്ന് ആ സ്കർട്ടിൻ്റെ ബോട്ടം പോർഷൻ വരെയുള്ള പിസ്റ്റൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ സ്ട്രോക്ക് ലെങ്ത്, അതായത് പിസ്റ്റൺ TDC നിന്ന് BDC വരെ എത്ര ദൂരം പോകും എന്നുള്ളത് സ്ട്രോക്ക് ലെങ്ത് കണ്ടുപിടിക്കുക. അടുത്തത് ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ പിൻ ഓർ ഗഡ്ജ് മിനിറ്റ്, അതായത് നമ്മളെ കണക്ടറിൻ്റെ സ്മോൾ എൻഡ് പിസ്റ്റണിൽ വന്ന് ജോയിൻ ആവുന്ന സ്ഥലത്ത് നമ്മൾ പിസ്റ്റൺ പിന്നിട്ടാണ് അതിനെ ജോയിൻ ചെയ്യിക്കുന്നത്. ആ പിസ്റ്റൺ പിന്നിൻ്റെ ഡയമീറ്റർ അത് സ്മാൾ d ആണ്, മാറി പോരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.